നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച 15-കാരൻ അനന്തുവിന് കണ്ണീരോടെ വിട നൽകി നാട്. നൂറുകണക്കിന് ആളുകളാണ് അനന്തുവിനെ അവസാനമായി കാണാനെത്തിയത്. വീടിന് സമീപത്തെ കുട്ടിക്കുന്ന് ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. കൂട്ടുകാർക്കൊപ്പം തോട്ടിൽ മീൻ പിടിക്കാൻ പോയതായിരുന്നു അവൻ. തിരിച്ചെത്തിയത് ചേതനയേറ്റ്. സിമന്റ് തേക്കാത്ത കൊച്ചു വീടിന് മുന്നിലേക്ക് മൃതദേഹം എത്തിച്ചത് കാട്ടിര വഴികളിലൂടെ ചുമന്ന് യാത്രാമൊഴി നൽകാൻ നൂറുകണക്കിന് ആളുകൾ. നാടാകെ സങ്കടക്കടലായി. വീടിന് സമീപത്തെ കുട്ടിക്കുന്ന് ശ്മശാനത്തിൽ സംസ്കാരം. നേരത്തെ അനന്തു പഠിച്ച സ്കൂളിലെ പൊതുദർശനത്തിലും അതിവൈകാരികമായ നിമിഷങ്ങൾ. ഒരു ദിവസം അവൻ ക്ലാസ്സിൽ വരാതിരുന്നാൽ അവനെ വല്ലാതെ മിസ് ചെയ്യുമായിരുന്നു. ക്ലാസ്സിലെ മിടുക്കൻ. അനന്തു ഇനി ഒരിക്കലും വരില്ലെന്ന് വിശ്വസിക്കാൻ കഴിയാതെ അധ്യാപകരും വിദ്യാർത്ഥികളും. പഠിക്കുന്ന കുട്ടിയായിരുന്നു, പാട്ടും പാടും, നല്ലൊരു കുട്ടിയായിരുന്നു. എല്ലാവരോടും നല്ല കമ്പനി, നല്ല പാവായിട്ട് നല്ലൊരാളായിരുന്നു. ഇനി ക്ലാസ്സിൽ ഇല്ലാന്ന് പറയുമ്പോൾ ഇനിയിപ്പം എന്നേക്കും ഇല്ലാന്ന് പറയുമ്പോൾ ഒരു ഇതുണ്ടാവും. ക്ലാസ്സിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഇത് സാന്നിധ്യം ഉണ്ടാവില്ല എന്ന് അറിയുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ട്. നിലമ്പൂരിലെ സ്ഥാനാർത്ഥികളായ എം സ്വരാജ്, ആര്യൻ ഷൗക്കത്ത്, മോഹൻ ജോർജ്, PV അൻവർ തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും അനന്തുവിന്റെ വീട്ടിൽ ആശ്വാസവാക്കുകളുമായി എത്തിയിരുന്നു. 24 മലപ്പുറം.